വൽ ഉസൂലിയു അൽ ആരിഫു ബിഹാ അബി തുർക്കി ഇസ്തിഫാത്തിഹ മുസ്തഫീദിയ. അബി തുർക്കി മുസ്തഫീദിയ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചു അല്ലേ. മുസ്തഫീദിൻ്റെ വഴികളെ സംബന്ധിച്ചും കേട്ടോ, മുസ്തഫീദിൻ്റെ വഴികളെ സംബന്ധിച്ചും എന്ത് ചെയ്യണം, അറിവുള്ളവനായിരിക്കും ഉസൂലി. മനസ്സിലായില്ലേ? മുസ്തഫീദിൻ്റെ വഴികളെ സംബന്ധിച്ചു. ഇനി മുസ്തഫീദിൻ്റെ വഴികൾ ഈ തെളിവുകളിൽ നിന്നും പ്രയോജനപ്പെടുത്തിയെടുക്കുന്ന ആളുടെ വഴികൾ എന്നോട് ഉദ്ദേശിക്കുന്ന എന്താണ്? അയനി സിഫാത്ത് അൽ മുജ്തഹിദി, മുജ്തഹിദിൻ്റെ സിഫത്തുകളാണ്. അൽ മദ്കൂറത്ത ഫിൽ കിതാബിൽ സാബി, 7ാമത്തെ കിതാബിൽ ചാപ്റ്ററിൽ ജമുൽ ജവാമിൽ പരാമർശിക്കപ്പെടുന്ന എന്താണ് മുജ്തഹിദിൻ്റെ സിഫത്തുകളാണ്. യുഅബ്ബറു അൻഹാ ബിശുറൂത്തിൽ ഇജ്തിഹാദി, അതിനെ സംബന്ധിച്ച് പദപ്രയോഗം നടത്തപ്പെടും. കിതാബുകളിൽ ഇബാറത്തിടപ്പെടും. എന്താണ്? ബിശുറൂത്തിൽ ഇജ്തിഹാദി, ഇജ്തിഹാദിൻ്റെ ഷർത്തുകൾ എന്നതിലും അതിനെ ഇബാറത്തിടപ്പെടും. അബിൽ മുറജിഹാത്തി, ഈ മുറജിഹാത്ത് കൊണ്ട് അപ്പോൾ ഇത് തുർക്കിസ്തിഫാത്തിഹ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? മുറജിഹാത്ത് എന്ന് പറഞ്ഞു, വിശദീകരണം അല്ലേ, മഹലിമ റഹ്മത്തുള്ളാഹി അലൈഹി. അത് മികവ് കൊടുക്കുന്ന കാരണങ്ങൾ, മികവ് നൽകുന്ന കാര്യങ്ങൾ, അതിനെന്താ പറയുക? തുർക്കുൽ ഇസ്തിഫാത്ത് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എന്താണ് നിൽക്കുന്നത് എന്ന് ആര്? ഷാരി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹലിമ പറയണം. അതായത് ഐ ബി മഅരിഫത്തി, ഈ മുറജിഹാത്തിനെ അറിയൽ കൊണ്ട് തുസ്തഫാദു ദലായിലുൽ ഫിഖ്ഹി, ഫിഖ്ഹിൻ്റെ തെളിവുകളെ പ്രയോജനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഈ ഹദീസുകളായാലും അതിൻ്റെ എന്താണ് സ്ഥാനവലിപ്പവും സ്ഥാന കയറ്റിറക്കങ്ങൾ അറിയുക വഴി എന്താണ് അതിൽ നിന്നും ഫിഖ് കണ്ടെത്താൻ പറ്റും. ഐ ബി മഅരിഫത്തിയ, ഈ മുർജിയാത്തിനെ മനസ്സിലാക്കൽ കൊണ്ട് തുസ്തഫാദു ദലായിലുൽ ഫിഖ്ഹി, ഫിഖ്ഹിൻ്റെ തെളിവുകളെ എന്താണ് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഐ മാ യദുല്ലു അലൈഹി, ഫിഖ്ഹിൻ്റെ തെളിവുകളെന്ന് ഉദ്ദേശിക്കുന്നത് മാ യദുല്ലു അലൈഹി മിൻ ജുംലത്തി ദലായിലിഹി, ആ ഫിഖ്ഹിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യം, ഫിഖ്ഹിൻ്റെ ഒരു ഹുക്കുമിൻ്റെ ഒരു മസലകളെ അറിയിക്കുന്ന കാര്യം. മിൻ ജുംലത്തി ദലായിലി തഫ്സീരിയത്തി, തഫ്സീരിയായ ഫിഖ്ഹിൻ്റെ തെളിവുകളിൽ നിന്ന്. തഫ്സീരിയ തെളിവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്, നോമ്പിനെക്കുറിച്ച് പറയുന്നത്, ഹജ്ജിനെക്കുറിച്ച് പറയുന്നത്, അങ്ങനെ തെളിവ് എന്താ പറയുക? തഫ്സീരിയ തെളിവുകളെന്ന് പറയും. ആ തെളിവുകളുടെ സമാഹാരത്തിൽ നിന്നും ഫിഖ്ഹിൻ്റെ തെളിവുകളുടെ അറിയിക്കുന്ന ആ തെളിവുകളായി നമുക്ക് ലഭിക്കുന്ന ആ അറിയിക്കുന്ന അവയെ എന്താണ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. ഈ തെളിവുകൾ പരസ്പരം എന്താണ് എതിരാവുന്ന സാഹചര്യത്തിൽ കേട്ടോ. ഇന്നത്തെ ആറുലിഹ, ഈ തെളിവുകൾ പരസ്പരം എതിരാവുന്ന വെച്ചാൽ അതിന് ഓരോ മക്കാമുകളും ഹാലുകളും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഓരോ ഇടങ്ങളും ഓരോ സമയങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ മുറജിയാത്ത് കൊണ്ട് നമുക്ക് എന്താണ് ഇവിടുത്തെ ഹുക്കും ഇന്നതാണ് നമുക്ക് കണ്ടെത്താൻ ഇസ്തിഫാദ് ചെയ്യാൻ നമുക്ക് എന്താണ് സാധിക്കുന്നതാണ്. ഇത് താഴുക, അത് പരസ്പരം വൈരുദ്ധ്യമായി നമുക്ക് തോന്നുന്ന, അത് പ്രകടമായി തോന്നുന്ന സാഹചര്യത്തിൽ. ഇനി അപ്പോൾ സിഫാത്തിൽ മുജ്തഹിദിൻ്റെ സിഫത്ത് അടുത്ത് പറഞ്ഞതാണ്. മുജ്തഹിദിൻ്റെ മുജ്തഹിദിൻ്റെ തുർക്കുകളെ കുറിച്ച് ആർക്കറിയണം? ഉസൂലിക്ക് അറിയണമെന്ന്. എന്താ ഈ മുസ്തഫീദിൻ്റെ സിഫത്ത് എന്ന് പറഞ്ഞാൽ മുജ്തഹിദിൻ്റെ സിഫത്താണ് നമ്മൾ അവിടെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഐ ബി ഖിയാമിയ, കണ്ടോ, മുജ്തഹിദിൻ്റെ സിഫത്തുകളെ കൊണ്ടെന്ന് വെച്ചാൽ എന്നർത്ഥം ഐ ബി ഖിയാമിഹ, അവ നിലനിൽക്കൽ കൊണ്ട്, അത് ഉണ്ടാവൽ കൊണ്ട്, ബിൽ മറി, ആർക്കാ? ഒരു മനുഷ്യനുണ്ടാകുകൊണ്ട്. അപ്പോൾ അർത്ഥം കുറേ പോയണ്ടോ? ബി തുർക്കി ഇസ്തിഫാത്തിയാന്ന് ആദ്യം പറഞ്ഞു, മറ്റേപ്പോൾ മുറജിയാത്തിനെ കൊണ്ടെന്ന് പറഞ്ഞു. അവൾ എന്നർത്ഥം പറഞ്ഞേ ബി മഅരിഫത്തിയ, മുറജിയാത്തിനെ അറിയൽ കൊണ്ട് എന്ന് അർത്ഥം പോണേ. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ നോക്കിയേ, ഈ മുജ്തഹിദിൻ്റെ സിഫത്തുകളെ കൊണ്ടെന്ന് പറഞ്ഞിടത്തെന്ന് പറഞ്ഞു ഐ ബി ഖിയാമിഹ, അറിയലല്ല, പിന്നെ എന്താണ്? ബി ഖിയാമിഹ, ആ മുജ്തഹിദിൻ്റെ സിഫത്തുകൾ നിലനിൽക്കൽ കൊണ്ട്, ഒരാൾക്ക് ആ ക്വാളിറ്റി ഉണ്ടാവണം. അങ്ങനെ ഇന്നലെ പറഞ്ഞ എന്താണ്? ഫഖീഹ്, സാങ്കേതികമായ ഫഖീഹ് നമ്മളാവൂല. മനസ്സിലായില്ലേ? മുജ്തഹിദ് എന്ന് പറഞ്ഞാലായിരിക്കും, ഉസൂലി എന്ന് പറഞ്ഞാലായിരിക്കും, മുജ്തഹിദായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായി? സാങ്കേതികമായ ഉസൂലി എന്ന് പറഞ്ഞാലാണ് മുജ്തഹിദാണ്. അപ്പം ഐ ബി ഖിയാമിയ, അത് നിലനിൽക്കൽ കൊണ്ട്, ബിൽ മറി, ഈ മുജ്തഹിദിന്റെ സിഫത്തുകൾ ഒരു മനുഷ്യനെ കൊള്ള നിലനിൽക്കൽ കൊണ്ട്, യക്കൂനു, ആ മനുഷ്യനായിട്ടൊരു മുസ്തഫീദൻ തിൽക്കദ്ദലായിലി, ആ തെളിവുകളെ പ്രയോജനമൊപ്പിച്ചെടുക്കുന്നതിന് യോഗ്യൻ. ഈ താരലോകഘട്ടത്തിലും അല്ലാത്ത ഈ തെളിവുകളെ
പ്രയോഗിച്ചെടുക്കുന്നതിനുള്ള യോഗ്യനായി തീരുമാനം ആവില്ല. മനസ്സിലായി? യക്കൂനു മുസ്തഫീദൻ അരിത്തിൽക്കദ്ദലായി ആ തെളിവുകളെ പ്രയോജനപ്പെടുത്തിയെടുക്കുന്നതിന് യോഗ്യനായി തീരും ആ വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം, ആ പറഞ്ഞതിൻ്റെ ആശയം കേട്ടോ. ഐ അഹ്ലൻ ഇസ്തിഫാദത്തിഹ, ഈ തെളിവുകളെ പ്രയോജനമർപ്പിച്ചെടുക്കുന്നതിന് യോഗ്യൻ, അഹൽ എന്ന് വെച്ചാൽ അർഹതയുള്ളവനായിത്തീരും കേട്ടോ. ബിൽ മുറജിയാത്തി എന്നുപയോഗിച്ച് ഈ മികവ് നൽകുന്ന കാര്യങ്ങളെ വച്ചുകൊണ്ട് ഈ തെളിവുകളിൽ നിന്നും ഫിഖഹിന്റെ മസ്അലകളെ ഹുക്മുകളെ നിർദ്ധാരണം ചെയ്തെടുക്കുന്നതിനുള്ള ശേഷി ആർക്കുണ്ടാവും? ഇയാൾക്കുണ്ടാവും. മനസ്സിലായില്ലേ? ഇതാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? ഹുക്മുകളെ എന്താണ് പുറപ്പെടുവിച്ചെടുക്കും, പ്രയോജനപ്പെടുത്തിയെടുക്കും, മിൻഹ ഇതിൽ നിന്നും, ആ തെളിവുകളിൽ നിന്നും. മനസ്സിലായോ? ഞാൻ ഉദ്ദേശിക്കുന്നു ഒരു തവഖുഫ് ഇസ്തിഫാദത്തിൽ അഹ്കാമി മിൻഹ അല്ലത്തി ഹിയൽ ഫിഖ്ഹു, ഒരു തവഖുഫി ഇസ്തിഫാദത്തിൽ അഹ്കാമി മിൻഹ, ഈ തെളിവുകളിൽ നിന്നും ഹുക്മുകളെ പ്രയോജനപ്പെടുത്തിയെടുക്കൽ നിലകൊണ്ട കാരണമായിട്ട്, അല്ലത്തി എങ്ങനെയുള്ള ഹുക്മുകളാണ്? ഹിയൽ ഫിഖ്ഹു, ആ ഹുക്മുകൾക്ക് എന്ന് പറയാ ഫിഖ്ഹ് എന്ന് പറയാ, അത് പ്രയോജനപ്പെടുത്തിയെടുക്കൽ നിലകൊണ്ട കാരണമായിട്ട് അലൽ മുറജിയാത്തി, ഇതിൻ്റെ മേലെ മുറജിയാത്തിൻ്റെ മേലും സിഫാത്തിൽ മുജ്തഹിദി, അതിൻ്റെ മേലും സിഫാത്ത് മുജ്തഹിദിൻ്റെ മേലും. ഇപ്പോൾ പറഞ്ഞല്ലോ ഈ തെളിവുകളിൽ നിന്നും ഈ ഹുക്കുമാകുന്ന ഫിഖ്ഹിനെ പ്രയോജനപ്പെടുത്തിയെടുക്കുന്നതിന് എന്ത് വേണം? മുറജിയാത്ത് വേണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? സിഫാത്തുൽ മുജ്തഹിദിന്റെ ക്വാളിറ്റി ആ വ്യക്തിക്ക് വേണമെന്നും പറഞ്ഞു അല്ലേ? അങ്ങനെ ഉള്ളത് കൊണ്ട്, നിലനിൽക്കുന്നത് കൊണ്ട് അലൽ വജ്ഹി സാബിത്ത്, ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടുമുൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ രൂപത്തിൻ്റെ മേലെ സിഫാത്തുൽ മുജ്തഹിദിൻ്റെയും മുറജിയാത്തിൻ്റെ മേലും ഈ ഹുക്കുമുകളെ തെളിവുകളിൽ നിന്ന് പ്രയോജനപ്പെടുത്തിയെടുക്കുക എന്ന കാര്യം നിലകൊണ്ട കാരണമായിട്ട് ആ ഉസൂലിങ്ങൾ പറഞ്ഞു. അതിനെ ഈ മുറജിഹാത്തിനെയും സിഫാത്തുൽ മുജ്തഹിദിനെയും പറഞ്ഞു. ഈ തൈരീഫയിൽ ഉസൂലിൻ്റെ രണ്ട് തൈരീഫിലും പറഞ്ഞു, ഉസൂലിൻ്റെ രണ്ട് തൈരീഫിലും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഉസൂൽ ഫിഖിനെ പറ്റി രണ്ട് തൈരീഫ് പറഞ്ഞല്ലോ. ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ എന്താ? ദലാൽ ഫിഖിൽ ഇജ്മാലിയ ഒരു തൈരീഫ്, ഉസൂലിന് ഇപ്പോൾ റാജിയാക്കി തൈരീഫ്. അടുത്ത തൈരീഫ് എന്താ? മഅരിഫത്തു ദലാൽ ഫിഖ് ഇജ്മാലിയ, ഫീലായിട്ട് പറഞ്ഞു. മനസ്സിലായില്ലേ? ഈ രണ്ട് തൈരീഫിലും പറഞ്ഞു ദലാൽ ഫിഖ് ഇജ്മാലിയ മാത്രമല്ല വൽ മുറജിഹാത്തു വസിഫാത്തുൽ മുജ്തഹിദ് എന്നൊരു പറഞ്ഞു. മറ്റു ഉസൂലിങ്ങൾ പറഞ്ഞു. ആര് പറയാൻ തയ്യാറായില്ല? മുസന്നിഫ് പറയാൻ തയ്യാറായി. ഓക്കെ. അതുപോലെ തന്നെ കീല മാരിഫത്വ നടത്ത മുസ്ലിം എന്താ പറഞ്ഞോളൂ? ഈ ദലാൽ ഫിഖ് ഇജ്മാലിയ അറിയലാണെന്ത് ഉസൂൽ ഫിഖ്, അത്ര പറഞ്ഞോളൂ. മറ്റു ഉസൂലി പണ്ഡിതന്മാരെന്ന് പറഞ്ഞു മാരിഫത്തു ദലാൽ ഫിഖ് ഇജ്മാലിയ വൽ മുറജിഹാത്തി വസിഫാത്തുൽ മുജ്തഹിദ്. തിരിഞ്ഞാ പറയാനുള്ള കാരണം ഈ ഫിഖാവുന്ന ഹുക്കുമുകളെ ഈ തെളിവുകളിൽ നിർദ്ധാരണം ചെയ്തെടുക്കുന്നതിന് എന്ത് വേണം? മുർജിയാത്തിനെ കുറിച്ചുള്ള അറിവ് വേണം. പിന്നെ ആർക്കെന്ത് ക്വാളിറ്റി വേണം? സിഫാത്തുൽ മുജ്തഹിദിന് ക്വാളിറ്റി വേണം. മനസ്സിലായോ? അതുകൊണ്ട് ഈ രണ്ട് തരീഫിലും എന്ത് ചെയ്തു? ഇത് രണ്ടിനെ കൂടി ആരും ഇൻക്ലൂഡ് ചെയ്തു? മറ്റു ഉലമാക്കൾ ഇൻക്ലൂഡ് ചെയ്തു. മുസന്നിഫ് എന്ത് ചെയ്തില്ല? ഇൻക്ലൂഡ് ചെയ്യാൻ തയ്യാറായി. മനസ്സിലായോ? അല്ല, മുസന്നിഫിൻ്റെ നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. എന്താ? ദലാൽ ഫിഖ് ഇജ്മാലി. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്ക് ഈ നിലനിൽപ്പുണ്ട്. ഓക്കെയാണ്. ഇതിൻ്റെ മേൽ ചാരിയാണ് നിൽക്കുന്ന ഈ ഫിഖിനെ തെളിവുകളെ കണ്ടെത്താൻ പറ്റുള്ളൂ. എന്തുകൊണ്ട്? മുർജിയാത്തിനും സിഫാത്തുൽ മുജ്തഹിദിനും. പക്ഷേ എന്താണ്? ഉസൂൽ ഫിഖിന് ഡെഫിനിഷനിൽ അത് വരേണ്ട കാര്യമില്ല എന്നാണ് ആരുടെ നിലപാട്? മുസ്ലിം നിലപാട്. പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് 15 കിലോമീറ്റർ പോയിട്ടുള്ള ഒരു നഗരത്തിൻ്റെ പേരാണ് എന്ത്? പെരുമ്പാവൂർ. അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് MC റോഡ് വഴി പോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈവറ്റ് റോഡ് വഴി പോകണം. നമുക്ക് പോകണ്ടേ? പക്ഷേ ഈ MC റോഡ് ഇവിടുന്ന് അങ്ങോട്ട് വരെ പോകുന്ന 15 കിലോമീറ്ററോ അല്ലെങ്കിൽ പ്രൈവറ്റ് റോഡ് വരുന്ന 15 അല്ലെങ്കിൽ 16 കിലോമീറ്റർ എന്തല്ല? പെരുമ്പാവൂരല്ല. ശരിയാണോ? ഇത് പറയണോ? ആണോ? അല്ലല്ലോ. ഇപ്പം പെരുമ്പാവൂരിലേക്ക് പോകുന്ന വഴിയാണത്. ഓക്കെ. അപ്പോൾ ഈ മുറജിയാത്ത് സിഫാത്തുൽ മുജ്തഹിദും വേണം. എന്തിന്? ഉസൂൽ ഫിഖ്ഹുമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ഫിഖ് കണ്ടെത്താതെ വേണം. പക്ഷേ അത് ഉസൂൽ ഫിഖ് അല്ല, അതിലേക്കുള്ള വഴിയാണ് കേട്ടോ. പറഞ്ഞു. ആ പിന്നെ അപ്പോൾ എന്താണ്? അപ്പോൾ മുറജിയാത്ത് സിഫാത്തുൽ മുജ്തഹിദ് അലൽ വജ്ഹി സാബിത്തി ദക്കറുഹ, മേൽ പറയപ്പെട്ട വജ്ഹ അനുസരിച്ച് മുറജിയാത്തും സിഫാത്തുൽ മുജ്തഹിദിൻ്റെ മേലെ ഈ തെളിവുകളിൽ നിന്നും ഈ ഹുക്കുമുകളാവുന്ന ഫിഖിനെ നിർദ്ധാരണം ചെയ്തെടുക്കുന്നത് മേൽ പറയപ്പെട്ട വജ്ഹിന്മേൽ സിഫാത്തുൽ മുജ്തഹിദിലും അവരുടെ മുറജിയാത്തിലും നിലകൊണ്ട കാരണമായിട്ട്
ദക്കറൂഹ. ഈ മുറജിയാത്തിനെയും സിബാത്തിനും മുജ്തഹിദിനും എന്ത് ചെയ്തു? അവർ പറഞ്ഞു. ഈ താരീഫയിൽ ഉസൂൽ ഫിഖിന്റെ 2 താരീഫിലും എന്ത് ചെയ്തു? അവരതിനെ പറഞ്ഞു. മനസ്സിലായില്ലേ? അൽ മൗലൂഇ ലി ബയാനി മാ യതവഖഫു അലൈഹി ഫിഖ്. കേട്ടോ, എങ്ങനെയുള്ള ഉസൂൽ ഫിഖാണ്? അൽ മൗലൂഇ ലി ബയാനി മാ യതവഖഫു അലൈഹി അൽ ഫിഖ്. ഉസൂൽ ഫിഖ് എന്ന് വെച്ചാൽ എന്താണ്? അത് വയ്ക്കപ്പെട്ടതാണ് ലി ബയാനിമ, ഒന്നിനെ ബയാൻ ചെയ്യാൻ വേണ്ടി വയ്ക്കപ്പെട്ടതാണ് ഉസൂൽ ഫിഖ്. യതവഖഫു അലൈഹി ഫിഖ്, അതിനെ പേരെന്ത് ചെയ്യുന്നു? ഫിഖ് നിലകൊള്ളുന്നു. അതിനെ പേരെന്ത് ചെയ്യുന്നു? ഫിഖ് നിലകൊള്ളുന്നു. അങ്ങനെയുള്ള ഒന്നിനെ ബയാൻ ചെയ്യുന്നതിന് വേണ്ടി വയ്ക്കപ്പെട്ടതാണ് ഉസൂൽ ഫിഖ്. അല്ലേ? ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞല്ലോ, ഫിഖിനെ എടുത്തുണ്ടാക്കപ്പെട്ട അടിത്തറയാണെന്ത്? ഉസൂൽ ഫിഖ് എന്ന് പറഞ്ഞല്ലോ. അൽ മൗലൂഇ വയ്ക്കപ്പെട്ടത് ലി ബയാനിമ, ഒന്നിനെ ബയാൻ ചെയ്യാൻ വേണ്ടി യതവഖഫു അലൈഹി ഫിഖ്, ഫിഖ് അതിൻ്റെ മേൽ നിലകൊള്ളുന്നു. ആ ഫിഖ് അതിൻ്റെ മേൽ നിലകൊള്ളുന്ന ആ തെളിവ് അതെന്താണ്? മിൻ അദില്ലത്തിഹി, എന്തിനാല്? ഫിഖിൻ്റെ തെളിവിനാണ്. കേട്ടോ. ലാക്കിൽ ഇജ്മാലിയത്തു, എല്ലാ ഫിഖിൻ്റെ തെളിവുകൾ അവിടെ പറയൂല, ഉസൂൽ ഫിഖിൽ പറയില്ല. എന്താ പറയുള്ളൂ? അൽ ഇജ്മാലിയത്ത്. എന്താ പറയുള്ളൂ? ഇജ്മാലിയായ ഫിഖിൻ്റെ തെളിവുകളാ പറയുള്ളൂ, തഫ്സീലി പറയൂല. കാരണം മുമ്പ് പറഞ്ഞു. കേട്ടോ. കമാ തക്കദ്ദമ, മുന്തി പറഞ്ഞതുപോലെ, ഇതിനെ തഫ്സീലിയത്ത് എന്നതിനെ കൂടാതെ, തഫ്സീലിയെ കൂടാതെ കസറത്ത് യാജിദ്. എന്താ തഫ്സീലോട് പറയാത്ത, ഉസൂൽ ഫിഖിൽ പറയാത്ത? അത് ധാരാളമുള്ള കാരണമായിട്ട്. അപ്പോൾ അൽ അമ്രുലിൽ ഉജൂബി ഹഖീഖത്തൻ, ഓർഡർ, കൽപ്പന, അമ്ര സിഹ എന്ന് വെച്ചാൽ എന്താണത്? അത് നിർബന്ധം എന്ന അർത്ഥത്തെ കുറിക്കുന്നു യഥാർത്ഥത്തിൽ. ഇത്രേ പറയുള്ളൂ. ആ അമ്രിനെ പറ്റി എല്ലാം പറയാൻ നിന്നാലോ, നിസ്കാരത്തിൻ്റെ അമ്രുണ്ടാവും, നോമിൻ്റെ അമ്രുണ്ടാവും, ഹജ്ജിൻ്റെ അമ്രുണ്ടാവും. മനസ്സിലായില്ലേ? മനുഷ്യൻ ചെയ്യേണ്ട നിർബന്ധവും സുന്നത്തായ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചൊന്നുണ്ടാവും, അമ്രുണ്ടാവും. മനസ്സിലായില്ലേ? അതെല്ലാം അവിടെ ചർച്ച ചെയ്യൂല, ഉസൂൽ ഫിഖിൽ ചർച്ച ചെയ്യില്ല. ഈ ഒറ്റ വാചകത്തിൽ നിന്നതെല്ലാം ഇൻക്ലൂഡായി. മനസ്സിലായില്ലേ? അങ്ങനെ ഇജ്മാലിയായ തെളിവുകളെക്കുറിച്ച് അവിടെ ബയാൻ ചെയ്യുള്ളൂ, ഉസൂൽ ഫിഖിൽ ബയാൻ ചെയ്യുള്ളൂ, തഫ്സീൽ ബയാൻ ചെയ്യില്ല. ഇവിടെ തഫ്സീലിയെ കൂടാതെ കസറത്ത് യാജിദൻ, തഫ്സീൽ ബയാൻ ചെയ്യാത്ത വേറെ കാരണം കൊണ്ടൊന്നുമല്ല, അത് ധാരാളമുള്ള കാരണമാണ്. കേട്ടോ. അത് ബയാൻ ചെയ്യാൻ വേറെ ഫന്നുകളുണ്ട്, അവിടെ അതെന്ത് ചെയ്യും? ബയാൻ ചെയ്യുന്നതാണ്.